ഇന്നൊരു വെറൈറ്റി ബജ്ജി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണ്ടേ. SSK കുക്ക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പലതരം ബജ്ജികൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ബജ്ജി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. കുറച്ച് പേരൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ കഴിക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ബജ്ജി കാണിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞാൻ പുറത്ത് പോയി വരുമ്പോൾ റോട്ടിൻ്റെ സൈഡിൽ ഒരുപാട് ചക്ക വെച്ച് വിൽക്കുന്നു. അപ്പോൾ ചക്ക ഒരെണ്ണം 200 റുപ്പീസിന് വാങ്ങി മുറിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് വളരെ കുറച്ച് ചക്കയുടെ ചുളയുള്ളൂ. നല്ല പച്ച ചക്കയാണ്. അപ്പോൾ പൈസ നമുക്ക് കൊടുത്തത് മുതലാക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് അതിൻ്റെ ചക്കയുടെ, ഞങ്ങളൊക്കെ തൃശ്ശൂർക്കാർ പറയുക ചകിണി എന്നാണ്, ചകിണി, അത് വെച്ച് ഒരു അടിപൊളി ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ചക്കയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ് എന്നാണ് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം. അപ്പോൾ ഞാനിതൊന്ന് വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ചക്കയുടെ ചവണിയൊക്കെ മാറ്റി വെച്ച് അത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഈ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്തതിന് കഴിഞ്ഞു. ഇനി അതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ട മറ്റ് സാധനങ്ങളും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ കട്ട് ചെയ്ത പീസുകളൊക്കെ കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കടലമാവാണ്. ഒരു വാട്ടി കടലമാവ്, പിന്നെ ഒരു വാട്ടി അരിപ്പൊടി, ഒരു സവാള മീഡിയം സൈസ് ചെറുതായി കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക്, ചോപ്പ് ചെയ്ത ഇഞ്ചി, ചോപ്പ് ചെയ്ത കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇനി ഒരു പിഞ്ച് സോഡ പൗഡർ. ഇത്രയാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണത്. ഒരു തുണ്ട് കായം, പിന്നെ ഓവ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഞാൻ ഇട്ടിട്ടില്ല. കായം പൊടി ഇട്ടു ഞാൻ, പക്ഷെ ഓവ ഇട്ടിട്ടില്ല. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ബജ്ജിയുടെ കൺസിസ്റ്റൻസിയിൽ ഒന്ന് കുഴച്ചെടുക്കണം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. എല്ലാവരും ചക്ക വെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ചകിണിയും ഒക്കെ കളയുക ചെയ്യുക. നാട്ടിലൊക്കെ പിന്നെ ഇഷ്ടം പോലെ ചക്ക കിട്ടാനും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ചക്ക ചുള തന്നെ ധാരാളം ഉണ്ട്. അപ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കാറ് പോലും ഇല്ല. പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പല ഐറ്റംസും ഈ ചക്കയുടെ ചകിണി വെച്ച് ഉണ്ടാക്കാം. ഇത് തന്നെ ചിപ്സ് പോലെ എണ്ണയിലിട്ട് വറുത്തെടുത്താലും നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരു തവണ ഉണ്ടാക്കി നോക്കിയായിരുന്നു. അപ്പോൾ ഇത് എണ്ണ ചൂടായി അതിലേക്ക് കുറച്ച് കോരിയിട്ട് നമുക്ക് ബജ്ജി നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഈ അടുത്തൊരു ദിവസം ഞാൻ ഇതുപോലെ മൊബൈലിലൊരു വീഡിയോ കണ്ടായിരുന്നു. ഈ ചക്കയുടെ ചവണി വെച്ച് ഈ കപ്പ വെച്ചുണ്ടാക്കുന്ന കോഴിക്കാല് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അതുപോലെ തന്നെ ഈ ചക്കയുടെ ചവണി വെച്ചിട്ടുണ്ടാക്കിയിട്ട് കണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഉപയോഗമില്ലാതെ വേസ്റ്റ് എന്ന് പറഞ്ഞ് കളയണ പല സാധനങ്ങളും നമുക്ക് അടിപൊളി ഐറ്റംസാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ചെറിയൊരു മീഡിയം തീയിൽ വെച്ച് നന്നായി ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വറുത്തെടുക്കണം. ഇതിൽ അരിപ്പൊടി ഇട്ടത് കൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും ഈ ബജ്ജിയൊക്കെ. വെറുതെ കടലമാവ് മാത്രം ഇട്ടിട്ട് നമുക്ക് ഈ ബജ്ജി ഉണ്ടാക്കിയെടുക്കാം. ഇനി എപ്പോഴെങ്കിലും ചക്ക കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിൽ ഉള്ളവർ ചക്ക വെട്ടുമ്പോൾ അതിൻ്റെ ചകിണി എടുത്ത് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. ഇവിടെ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തായിരുന്നു. അവർക്കും ഭയങ്കര ഇഷ്ടമായി. അവർ മഹാരാഷ്ട്രൻസാണ്. അവർക്ക് വിശ്വാസമായില്ല ഞാനിങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ വീഡിയോ റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ നമ്മുടെ ബജ്ജി റെഡിയായി. അത് ചട്നിയുടെ കൂടെയോ സോസിൻ്റെ കൂടെയോ, ഞാനൊരു ഡിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. ഒന്നും ഇല്ലെങ്കിൽ നല്ല ചൂട് കട്ടൻ ചായയും ബജ്ജി അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയൊരു വീഡിയോവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. ഫുൾ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ